അല്ലാതെ എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇനി നിങ്ങൾ നോക്കിക്കോ, ഒരു വിളിയെ പറ്റൂ എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ അത് തെറ്റാണെന്ന് അവര് തന്നെ പറഞ്ഞു. അതെങ്ങനെ? ഇപ്പൊ അവര് പറയുന്നു അള്ളാഹുവിന്റെ പുറമെ വേണമെങ്കിൽ ജിന്നുകളെ വിളിക്കാം, ശൈത്താന്മാരെ വിളിക്കാം. അത് പറഞ്ഞതോടെ അള്ളാനെ മാത്രം വിളിക്കണം എന്ന് പറഞ്ഞത് ഒരു വിളിയെ പറ്റൂ എന്ന് പറഞ്ഞ് തെറ്റാന്ന് അവർക്ക് ബോധ്യപ്പെട്ടില്ലേ? ഇവിടെയാണ് നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അള്ളാനെ മാത്രമേ വിളിക്കാവൂ, അത് ശരിയല്ല. അള്ളാഹു അനുവദിച്ചവരെ മുഴുവൻ വിളിക്കാം. അതേ സമയത്ത് പ്രാർത്ഥനയാകുന്ന വിളി, ആരാധനയാകുന്ന പ്രാർത്ഥന, ഇത് അള്ളാഹുവിനോട് മാത്രം. അതിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമേ ഇല്ല. കണ്ടോ, ജിന്നിനെ വിളിക്കാമെന്ന് സമ്മതിക്കുന്നത് അതിന്റെ ഇടക്ക് നിങ്ങൾ കണ്ടോ? സംസാരിക്കുന്നത് നമ്മുടെ കെ സക്കരിയ സ്വലാഹി. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ഒരു വിജനപ്രദേശത്ത് നിങ്ങൾ അകപ്പെട്ട യാ ഇബാദല്ലാ അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ അവിടെ മറഞ്ഞിരിക്കുന്ന ജിന്നുകളോ മലക്കുകളോ ഒരു പക്ഷേ നിങ്ങളെ സഹായിച്ചേക്കാം. പക്ഷെ അത് അവരോട് പ്രാർത്ഥിച്ചു എന്നതിന് പറയാൻ പറ്റൂല. അള്ളാഹ് അങ്ങനെ നിശ്ചയിച്ചതാണ്. വിജനപ്രദേശത്ത് എന്റെ അടിമകൾ വഴിതെറ്റി വന്നാൽ അവരെ സഹായിക്കണം. അങ്ങനെ നിശ്ചയിച്ചവരോട് അവരെ കൈവിട്ടോ നിങ്ങള്. അപ്പൊ ജിന്നുകളോട് അല്ലെങ്കിൽ മലക്കുകളോട് അവരുടെ കൈവിൽപ്പെട്ട കാര്യം ചോദിച്ചാൽ അത് പ്രാർത്ഥനയല്ല, അതിന് കുഴപ്പമില്ല. അപ്പൊ അള്ളാനെ മാത്രം വിളിക്കണം എന്ന് പറഞ്ഞ ടീം പിന്നെ എങ്ങനെ ജിന്നുകളെയും മലക്കുകളെയും വിളിക്കാ എന്നിടത്തേക്ക് എത്തിയത്? അല്ലേ? ഇനി നമുക്ക് ഏഴാമത്തെ കളവിലേക്ക് പോകാം. എന്താ ഏഴാമത്തെ ഒരു ഉഗ്രൻ കളവ്? നബിതങ്ങൾ വഹാബിയായിരുന്നു എന്ന കളവാണ്. ഈ അടുത്ത് പൊട്ടിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹാബിയായിരുന്നു. കേട്ടോളൂ, മുജാഹിദ് ബാലുശ്ശേരിക്കാരനാണ് പറയുന്നത്. സുന്നിയായിരുന്നില്ല, സുന്നിയായിരുന്നില്ല, വഹാബിയായിരുന്നു. അതുകൊണ്ട് കൊല്ലാൻ വന്ന ശത്രുവിന്റെ മുഖത്ത് നോക്കി വഹാബിയായ റസൂൽ പറഞ്ഞു അല്ലാഹു എന്ന്. വഹാബിയായ റസൂൽ പറഞ്ഞു. ഇത് കളവാന്ന് മൂപ്പർക്ക് തന്നെ അറിയാം. കാരണം മൂപ്പരനെ ആദ്യം പ്രസംഗിച്ചിട്ടുണ്ട് നബി സുന്നിയായിരുന്നു, വഹാബിയല്ല. വഹാബിയല്ല എന്ന് നേരത്തെ പറഞ്ഞ ടീമാണ് ഇപ്പൊ പറയുന്നത് നബി വഹാബിയായിരുന്നു. വഹാബിയല്ല എന്ന് അയാളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. ഞാൻ ആദ്യത്തെ പ്രസംഗം ഒന്നും കൂടി വഹാബിയാണ് പറഞ്ഞ ഇതാണ് കളവ് എന്ന് പറയുന്നത്. സുന്നിയായിരുന്നില്ല, സുന്നിയായിരുന്നില്ല, വഹാബിയായിരുന്നു. അതുകൊണ്ട് കൊല്ലാൻ വന്ന ശത്രുവിന്റെ മുഖത്ത് നോക്കി വഹാബിയായ റസൂൽ പറഞ്ഞു അല്ലാഹു എന്ന്. അപ്പോ ഇങ്ങനെ കളവ് കെട്ടും നൂറൊന്നുമല്ല ഇത്. ഇനി നമ്മൾ എട്ടാമത്തെ കളവിലേക്ക് പോകും. ഞാൻ പറഞ്ഞല്ലോ എന്താണെന്നറിയോ? എട്ടാമത്തെ കളവുകളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാം. എന്താണത്? അത് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാണ്. കേരളത്തിലുള്ള പള്ളികളും കേരളത്തിലുള്ള മദ്രസകളും ഇതിൽ ഭൂരിഭാഗവും ശിർക്കിന്റെ കേന്ദ്രങ്ങളാണ് എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. അത് കളവല്ലെങ്കിൽ പിന്നെ എന്താ കളവ്? കണ്ടോ, എടുക്ക്. നമ്മുടെ ഈ അടുത്ത് മുജാഹിദുകൾ സൗദി അറേബ്യയിൽ നിന്ന് പുറത്തിറക്കിയ ഡോക്യുമെന്ററി ഇസ്ലാഹി സെന്റർ പുറത്തിറക്കിയതാണ്. അത് UAE-യിലും അങ്ങ് ബഹ്റൈനിലും ഖത്തറിലുമൊക്കെ അറബികൾക്ക് സമ്മാനമായി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ CD. എന്തിനാണെന്നറിയോ? നമ്മുടെ പാവപ്പെട്ട പ്രവർത്തകർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവർ അവിടെ ജോലി ചെയ്യുമ്പോ അവരെ ജോലികളിൽ നിന്ന് അവരെ പിരിച്ചുവിടാൻ, അവരെ ജയിലറകളിലേക്ക് കൊണ്ടുപോവാൻ, മുസ്ലിം സമൂഹത്തിന് കിട്ടുന്ന അന്നം മുടക്കാൻ, അവർക്ക് കിട്ടുന്ന പിരിവ് മുടക്കാൻ മുജാഹിദുകൾ അങ്ങ് സൗദിയിൽ ചെയ്ത പണി കേൾക്കണോ നിങ്ങൾക്ക്? അറബികൾ ഒരു CD തയ്യാറാക്കിയിട്ട് അറബികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കേരളത്തിലുള്ള മുഴുവൻ പള്ളികളും എന്ന് തന്നെ പറയാം എല്ലാം ശിർക്കിന്റെ കേന്ദ്രങ്ങളാണ്. എട്ടാമത്തെ നുണയായി അറബിയിലുള്ള CD നിങ്ങൾ കേൾക്കുക. അർത്ഥം ഞാൻ പറയും. أصحاب الخير والجود في سبيل الدين والدعوة السلام عليكم ورحمة الله إن ولاية كيرلا ولاية آهلة بالمسلمين في جنوب الهند وفيها أنشطة كثيرة تنسب إلى الإسلام. എന്താ പറഞ്ഞതെന്നറിയോ? പ്രധാനപ്പെട്ട മാന്യന്മാരായ ആളുകൾക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നത്, മുജാഹിദുകൾ സമർപ്പിക്കാൻ അറബികളെ ഓഫീസിലും പല വീടുകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് പറയാണ്
എന്താ പറയുന്നത്? ഇതാ കേരളം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. എന്തിനാ നമ്മളെ കുറ്റം പറയാനുള്ള രാമുകാണ്. ബാക്കി കേട്ടോളൂ. كما أن فيها معاهد ومدارس ومساجد كثيرة باسم الدين والدعوة ولكن للأسف الشديد إن أكثرها مراكز نشر العقائد الباطلة من الخرافات والبدعات التي توقع الأبرياء المسلمين إلى الشرك نعوذ بالله. എന്നിട്ട് പറയുന്നു, പക്ഷേ വളരെ വിഷമത്തോടെ ഞങ്ങൾ പറയുന്നു, വല്ലാത്തൊരു വിഷമം തന്നെ, ഇല്ലാത്തതിന്റെ പേരിലുള്ള വിഷമം. എന്താ പറയുന്നത്? ആ പള്ളികളിലും മദ്രസകളിലും അധികവും, കേരളത്തിലുള്ള പള്ളികളും മദ്രസകളും കണക്ക് കൂട്ടി നോക്കിയാൽ അതിലധികവും ഖുറാഫാത്തിന്റെയും ശിർക്കിന്റെയും കുഫറിന്റെയും കേന്ദ്രങ്ങളാകുന്നു. എട്ടാമത്തെ നുണ നോക്ക് നിങ്ങൾ. ഇത് അറേബ്യയിൽ പോയിട്ട് കളവ് പറയാണ്. ഇവിടെ കളവ് പറഞ്ഞിട്ട് പോരാത്തതിന് അങ്ങ് സൗദിയിൽ ചെന്ന് കളവ് പറയുന്ന ടീം കദ്ദാബൂൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? കളവ് തുടരുന്നു. വെക്ക്. كذلك المساجد كثير منها مراكز الطقوس البدعية وملحقة إسلامية يدار تحت إشراف سمست كيللا جمعية العلماء. പിന്നെ നമ്മുടെ സ്ഥാപനങ്ങൾ ഓരോന്നായി പരിചയപ്പെടുത്തുകയാണ്. അതിൽ ആദ്യമായി പറയുന്നത് വളാഞ്ചേരിയിലെ മർക്കസ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലാണെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നു അത് ശിർക്കിന്റെ കേന്ദ്രമാകുന്നു. പിന്നെ നമ്മുടെ കുട്ടിപ്പടിയിലെ മഅ്ദിൻ അത് കാണിക്കുന്നുണ്ട്. അങ്ങനെ പലതും കാണിച്ച് ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന ആളുകളും ഇവരെല്ലാവരും മുശ്രിക്കീങ്ങളാണ് എന്ന് പരിചയപ്പെടുത്തുന്നു. പിന്നെ അവസാനം അഹ്ലു ബൈത്തിനെ മൊത്തം മുശ്രിക്കാക്കുന്നു. നേരെ പോകുന്നത് പാണക്കേട്ടേക്കാണ്. അതൊന്ന് വെച്ചു കൊടുക്കുക. ആ ഭാഗം تبركي الناس إلى منزله يأتي الناس إلى منزله للتبرك ولشراء التمائم والتولى وإنه وأسرته من أنصار البدع والخرافات في ربوع كيللا. കണ്ടോ നിങ്ങൾ? പാണക്കാട് ശിഹാബ് തങ്ങളുടെ ഫോട്ടോ കാണിച്ച് മുജാഹിദുകൾ പറയുകയാണ് ഈ മനുഷ്യനും ഇന്നഹു 9ാമത്തെ കളവാണ് പറയുന്നത്. എണ്ണിവെച്ചോളൂ മുജാഹിദുകളെ, ഇത് ഞാൻ വെറുതെ പറയല്ല. അങ്ങകലെ സൗദിയിൽ ചെന്ന് ഈ സമുദായത്തെ പറ്റിക്കാൻ വേണ്ടി പറയുന്നത് വഇന്നഹു വഉസ്റത്തുഹു എന്നാണ് അയാൾ വായിച്ചത്. തെറ്റാ. ഓട്ടെ, ഓൽക്ക് പിന്നെ ഇറാബ് ഒന്നും അറിയില്ല, അതുകൊണ്ട് നമ്മൾ ശരിക്കും വായിക്കാം. ഇന്നഹു വഉസ്റത്തുഹു, ശിഹാബ് തങ്ങളും അദ്ദേഹത്തിന്റെ കുടുംബവും ശിർക്കിന്റെയും കുഫറിന്റെയും ആളുകളാകുന്നു. വല്ലാത്ത ഒരു കളവാണത്. 9ാമത്തെ കളവായി ഞങ്ങളിത് വിഷമത്തോടെ പറയുന്നു. കാരണം വഉസ്റത്തുഹു എന്ന് പറഞ്ഞതിൽ അഹ്ലു ബൈത്ത് മുഴുവനും പെട്ടു. കേരളത്തിലും കേരളത്തിന്റെ പുറത്തുമുള്ള നബിയുടെ കുടുംബങ്ങളായ കുടുംബങ്ങൾ മുഴുവനും മുശ്രിക്കീങ്ങളാണെന്ന പച്ചക്കള്ളം എഴുതി വെക്കാൻ പറയാൻ മുജാഹിദുകൾക്കല്ലാതെ സാധ്യമല്ല. കാരണം ഈമാൻ പോകുമെന്ന പേടി അവർക്കില്ല. എന്തുകൊണ്ട്? അത് ആദ്യം തന്നെ അവർക്കുണ്ടായിട്ടില്ല. പിന്നെ പോകൂല, ഉള്ളതല്ലേ പോകൂ. അപ്പൊ 9ാമത്തെ കളവ് നിങ്ങൾ നോക്ക്. ഈ രൂപത്തിലുള്ള അതിശക്തമായ കളവുകളാണ് ഇവർ പറഞ്ഞത്. ഇനി നിങ്ങൾ നോക്ക് 10ാമത്തെ കളവ് പിടിച്ചോളൂ. എന്താ 10ാമത്തെ കളവിൽ അവർ പറയുന്നത്? എന്താണെന്നറിയോ? സുന്നിയാണേക്കാൾ നല്ലത് നിരീശ്വരവാദിയാവണാണ് നല്ലത്. അങ്ങനെ സുന്നിയാകുന്നതിനേക്കാൾ നല്ലത് നിരീശ്വരവാദിയാവരാണ്. നിരീശ്വരവാദിയായാലും രക്ഷണ്ട് എന്നാ, കുഴപ്പമൊന്നുമില്ല. സുന്നിയാവാതി ഞാൻ കളവേ പറയുന്നു. ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. ഇതെവിടെ നിന്ന് കിട്ടി? ഏത് ഹദീസിലാണിത് പറഞ്ഞത്? ദീനിന്റെ പേരിൽ കള്ളത്തരം പറയലാണോ നിങ്ങളുടെ പതിവ്? നിങ്ങൾ ചിന്തിച്ചോ? മുജാഹിദ് ബാലുശ്ശേരിക്കാരൻ തന്നെ പറയട്ടെ ആ കളവ്. 10ാമത്തെ അല്ലാഹുവിൽ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോട് അല്ല കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായാൽ പോലും സാധ്യത ഉണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ടും പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. എങ്ങനെയുണ്ട്? നിരീശ്വരവാദി ആയാലും കുഴപ്പമില്ല, സാധ്യത ഉണ്ട് സുന്നിയാവാഞ്ഞാൽ മതി. ഈ അടുത്ത് ശബാബിൽ ആരോ ഒരാൾ ചോദിച്ചു, ഗാന്ധിജി സ്വർഗത്തിലാണോ? ഗാന്ധിജി മഹാനായ മനുഷ്യനാണ്, നമുക്കതിൽ തർക്കമില്ല. പക്ഷെ ആവശ്യമില്ലാത്ത ചർച്ച അവർ കൊണ്ടുവരും. എന്താണത്?
ഒന്നുമല്ല. ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഗാന്ധിജി സ്വർഗത്തിലാണോ എന്ന് ചോദിച്ചപ്പോൾ ശബാബ് പറഞ്ഞ മറുപടി തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ്. അപ്പൊ ഇവിടെ നിരീശ്വരവാദിയായാൽ ആ നിരീശ്വരവാദിക്കും സാധ്യതയുണ്ട് സുന്നിയാവാഞ്ഞാൽ മതി. കളവല്ലേ സഹോദരന്മാരെ? നിരീശ്വരവാദിയായാൽ ആൾക്ക് രക്ഷ കിട്ടുമോ? എവിടുന്നാണ് ഇവരിത് പഠിച്ചത്? ഏതു കിതാബാണ് ഇവർ ഓതിയത് എന്ന് മാത്രമല്ല, കണ്ടോ, ഇനി കണ്ടോ, 11ാമത്തെ ഉഗ്രൻ കളവ് പറയുന്നു. അതെന്താ? പാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം, മുഹിയുദ്ദീൻ ശേഖ് എന്ന് വിളിച്ചവൻ കാഫിറാകുന്നു. അളവുകളുടെ ഘോഷയാത്ര വരികയാണ്. 11ാമത്തെ കളവ് വരട്ടെ. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം, മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ഇനിയിപ്പോ നമ്മളോട് ദേശം നമ്മളെ കാഫിറാക്കിയപ്പോരെ ബാലേട്ടനെ മുസ്ലിമാക്കാൻ പോകും. എന്തിനിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം? അപ്പൊ ഈ ആശയം പഠിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം, ഈ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വാഴയിൽ നിന്ന് വീണാൽ കളവല്ലാതെ ഇവർ പറയാറില്ല. അതാണ് ഒറ്റ നൃത്തത്തിൽ തന്നെ എത്ര കളവ് നമുക്ക് എണ്ണാൻ പറ്റിയത്. ഇനി പിടിച്ചോളൂ, ഞാൻ പറയുന്ന 12ാമത്തെ കളവ്. എന്താ പറയുന്നത് അറിയോ? കേരളത്തിലെ സുന്നികൾ കുകൂരികളാണ്. കുകൂരികൾ എന്ന് പറഞ്ഞാൽ ഖബറാരാധകരാണ്. അതൊരു പച്ചക്കളവ്. 12ാമത്തെ കളവ്. അതുകൊണ്ട് അവരെ കുറിച്ച് കുബൂരി എന്നോ ഖുറാഫി എന്നോ പറയുന്നതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഖുറാഫി എന്ന് പറഞ്ഞ കണ്ടതും കേട്ടതും വിശ്വസിക്കുന്നവൻ. ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ അങ്ങനെ സഹാബത്ത് കാണിച്ചെന്നോ എന്നൊന്നും നോക്കണ്ട. ഏതെങ്കിലും ഹോജാക്കന്മാരെ കിറക്കിതാബിലുള്ള കാലഹീലകളൊക്കെ അതൊക്കെ മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായി വിശ്വസിച്ച് നടക്കുന്നവൻ, അതാണ് ഖുറാഫി എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ APEK, ആന, ടൈഗർ എന്ന് തുടങ്ങി ഏത് ഗ്രൂപ്പിനെടുത്ത് നോക്കിയാലും എല്ലാവർക്കും വേണം ഖബറും ജാറും. ജാറത്തുമെന്ന് വിട്ടൊരു ഏർപ്പാട് ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ ഖബർ ആരാധന, ഖബറിലുള്ളവരോട് പോയി പ്രാർത്ഥിക്കാം, അവരെ തവസ്സുലാക്കി പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങനത്തെ പ്രത്യേക ഖബറുകളിലേക്ക് യാത്ര പോവുക, അതിനുവേണ്ടി സിയാറത്ത് ടൂർ സംഘടിപ്പിക്കുക, ഇതിലൊന്നും അവർക്കിടയിൽ ഒരു തർക്കവും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് അവരെ കുറിച്ച് ഞങ്ങൾ പലപ്പോഴും കുബൂരി എന്ന് വിശേഷിപ്പിക്കുന്നത്. മൊത്തത്തിൽ സമസ്തക്കാരെന്ന് പറയുന്നത് APയും സമസ്തയാണ്, EKയും സമസ്തയാണ്. മറ്റവർ പിന്നെ സുന്നികൾ ഖബറാരാധന നടത്തുന്നവരാണ്, പച്ചക്കള്ളാണ്. ഇതിനെ മൂപ്പർ പറഞ്ഞു ഖബറും ജാറും രണ്ടു കൂട്ടർക്കും വേണം. സുന്നിയാളായ ഖബർ ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും വേണ്ടി വരും. പിന്നെ ജാറം അത് ഞങ്ങൾക്കേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? മരിച്ചതിന് ശേഷം ജാറം പൊക്കാൻ പറ്റിയ ഒരു സാധനം അപ്പുറത്തില്ല. നിങ്ങൾ ആരെ ജാറ ഉണ്ടാക്കുക? സക്കരിയ സ്വലായി മരിച്ചപ്പോ ജാറുണ്ടാക്കാൻ പറ്റും. അപ്പൊ ഒന്നുകിൽ ഒരു വലിയ വേണം, അതില്ല. ഒരു ഷഹീദ് ആവില്ല. പിന്നെ ഒരു നല്ല മനുഷ്യൻ എന്ന് പറയുന്ന അതിലില്ലല്ലോ. പിന്നെ ഈ ഖബർ ഉയർത്താൻ പറ്റില്ല. നിങ്ങളെ നഷ്ടമല്ലാതെന്താ? നിങ്ങളെ കുഴപ്പമാണത്. അത് ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഖബറും ജാറൊക്കെ ഖബർ എല്ലാവർക്കും വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഖബർ ആരാധകനാക്കിയത് ഏറ്റവും വലിയ കളവാണ്.